ഹലോ പ്ലാന്റ് ലവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്ടർ പ്ലാമ്പു ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാട്ടർ പ്രൊപ്പഗേഷനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാട് പേര് എൻ്റെ വീട്ടിൽ വന്ന് ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ചെയ്യേണ്ടത്, ഇതെങ്ങനെ ആവുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ഇത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ വീഡിയോ ചെയ്യാം. ഞാൻ എല്ലാവർക്കും ഇതിനെപ്പറ്റി അങ്ങനെ അറിയുന്നുണ്ടാവില്ല എന്ന് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു ഗ്രീൻ ടച്ച് കൊടുക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടത്. ഇത് കാണാൻ ഏകദേശം ഒരു മുളേൻ്റെ ലുക്കാണ്. ഉണ്ടോ? ഞാനിതെൻ്റെ വീടിൻ്റെ കോട്ടയാടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോട്ടയാട് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇതിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞാനിത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു അളവിലാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ അതിൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിവശം മാത്രമേ വെക്കാൻ പാടുള്ളൂ. മേൽവശം വെച്ചാൽ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനത് ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? കട്ട് ചെയ്യുമ്പോൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അതിൻ്റെ അടിവശം മാത്രമേ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കാൻ പാടുള്ളൂ. കാരണം മേൽവശം വെച്ചാൽ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീട്ടിൽ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഗ്ലാസ്സാണ്. ഇതിൽ വെള്ളം ഫില്ല് ചെയ്യാം. ഈ ഗ്ലാസിൻ്റെ ഈ ഒരു ഹാഫ് ആയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം എന്താ പറയുക, ഇതിൻ്റെ ഈ ഒരു അടിവശം, ഈ ഒരു ലെയർ ഏകദേശം മുങ്ങി നിൽക്കണം. ഓക്കെ, നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങിയിട്ടുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അവരത് കൊണ്ടുപോയത് ചിലവരുടെയൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട്, ഉണങ്ങി പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും വെള്ളത്തിൽ വെച്ച് റൂട്ട് വന്നതിൻ്റെ ശേഷം മാത്രമേ മണ്ണിലേക്ക് നടാൻ പാടുള്ളൂ. നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് മതി. ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുമ്പോൾ ഇതിൻ്റെ ഗ്രോത്തിനൊരു നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, ഞാനിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു റൂട്ട് വരാതെ ഒരു 7-15 days
ഇതിനുള്ളിൽ ഇങ്ങനെ റൂട്ട് വന്നു തുടങ്ങും. നല്ല റൂട്ട് വന്ന് തുടങ്ങിയെന്ന് കണ്ടാൽ നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടണം. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.